ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത ഭാഗ്യവചനധാര ശ്രോതാക്കളെ, വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യമാണ് ഇന്നത്തെ ചിന്തയുടെ കുറിവാക്യം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. ഈ വേദഭാഗത്തിൻ്റെ മുൻപും പിൻപുമുള്ള സംഭവങ്ങൾ നമുക്ക് സുപരിചിതമാണ്. എല്ലാ സുവിശേഷങ്ങളിലും പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന അത്ഭുതമായ 5 അപ്പവും 2 ചെറുമീനും കൊണ്ട് 5000-ത്തിലധികം വരുന്ന ജനസഞ്ചയത്തിന് വിശപ്പടക്കിയ സംഭവമാണ് ഒന്ന്. യേശുതമ്പുരാൻ കടലിന്മേൽ നടക്കുന്നതാണ് അടുത്തത്. ഈ 2 സംഭവങ്ങളും നമുക്ക് നല്ല പരിചയമുള്ളതാണ്. ഒരു വലിയ അത്ഭുതം നടത്തിയവൻ ഉടൻ ജനത്തെയും തൻ്റെ ശിഷ്യന്മാരെയും പറഞ്ഞയക്കുന്നു. തനിയെ വേറിട്ട് പ്രാർത്ഥനയ്ക്ക് സമയവും സൗകര്യവും കണ്ടുപിടിക്കുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്നവൻ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. അല്പസമയം വെറുതെ കിട്ടിയാൽ ഇന്ന് നാം എന്തെടുക്കും? വ്യർത്ഥ ചിന്തകൾ മുഴുകും. അല്ലെങ്കിൽ കൂടുതൽ പേരും വെറുതെയെങ്കിലും മൊബൈലൊന്ന് നോക്കും. സമയം കളയാനുള്ള ഓരോരോ വഴികൾ. ഇവിടെ യേശു തമ്പുരാൻ തൻ്റെ പിതാവിനോട് സംസാരിക്കുവാൻ, അതാണല്ലോ പ്രാർത്ഥന, സമയം മാറ്റിവെക്കുന്നു. അവൻ പ്രാർത്ഥിപ്പാനായി തനിയെ മല കയറുന്നു. ആ പ്രാർത്ഥന അവസാനിക്കുന്നിടത്ത് ശിഷ്യന്മാരുടെ ഭയത്തിൽ നിന്നുള്ള വിമോചനമാണ് കാണുന്നത്. അവർ കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കി അവർക്കരികിലേക്ക് എത്തിച്ചേരുന്ന, പ്രതികൂലതകളെ അനുകൂലമാക്കുന്ന ഒരു ദൈവാനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, ഇതുപോലെ മലമുകളിലെ ദൈവാനുഭവം വിമോചന കാരണമാകുന്ന അനേകം സന്ദർഭങ്ങൾ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ ഹോറേബ് പർവ്വതത്തിൽ എരിയുന്ന മുൾമരത്തിലെ തീയുടെ അനുഭവം കാണുന്നുണ്ട്. അത് അവസാനിക്കുന്നത് ദൈവജനത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിലാണ്. അബ്രഹാം പിതാവിന് മോറിയാദേശത്തെ മലയിൽ ദൈവാനുഭവം ഉണ്ടായത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ദൈവാനുഭവത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് പ്രിയ മകൻ ഇസ്ഹാക്കിൻ്റെ വിമോചനമായിരുന്നു. സുവിശേഷങ്ങളുടെ അവസാന ഭാഗത്ത് മറ്റൊരു മലകയറ്റം കാണുന്നുണ്ട്. നാം എല്ലാവരും വളരെ ആത്മശരീര മനസ്സുകളുടെ ഒരുക്കത്തോടെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വെള്ളിയാഴ്ചയുടെ പ്രധാന സന്ദർഭം. ദൈവപുത്രൻ ഭാരമേറിയ മരക്കുരിശും വഹിച്ചുകൊണ്ട് നാം ഏൽക്കൊണ്ടുന്ന വേദനകൾ ചാട്ടവാറടിയായി തൻ്റെ ശരീരത്തിലേക്ക് ഏറ്റുകൊണ്ട് മുഖത്ത് തുപ്പലേറ്റ് വേച്ചു നടക്കുന്നത് എന്നെയും നിങ്ങളെയും നാം ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നതിനാണ്. പാപത്തിൽ വീണ്ടുപോയ എന്നെ വിമോചിപ്പിക്കുവാനായി എൻ്റെ ദൈവം തൻ്റെ സ്വപുത്രനെ 3 കാരിരുമ്പാണികളിൽ തറയ്ക്കപ്പെടുവാൻ, കുന്തത്താൽ കുത്തപ്പെടുവാൻ, നിന്ദകളും അടികളും സഹിക്കുവാനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്നിൻ്റെ തലമുറ ഒന്ന് ചിന്തിക്കണം. ഒരല്പസമയം കിട്ടിയാൽ ഒറ്റയ്ക്കിൽ ഇരിക്കുവാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കയ്യിലൊരു മൊബൈൽ ഫോൺ വേണം എന്ന് മാത്രം. എന്നാൽ തിരക്കുകൾ നൊഴിഞ്ഞ് ഒറ്റയ്ക്കാവുന്ന നിമിഷങ്ങൾ അതെൻ്റെ കർത്താവിൻ്റെ കൂടെയാണെങ്കിലോ അത് വലിയ വിമോചനങ്ങളിലേക്ക് വഴി നയിക്കും. ലോകത്തെ അതിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാനുള്ള ദൈവവിളികൾക്കായി കാതോർക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധരൂഹ സംഗതിയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.